ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അമ്പലത്തിൽ പോണതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ധാത്രിൻ്റെ ഒരു ഫേസ് വാഷാണ് ഇട്ടിട്ടുള്ളത്. ധാത്രിൻ്റെ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം വാഷ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യണേക്കാളും മുന്നേ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണത് അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെയാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും നമ്മൾ സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സൺക്രീം, ഞാൻ ഉപയോഗിക്കുന്നത് SPF 80+ ഒരു സൺക്രീമാണ്, ഡോട്ടർ സ്കിൻ. ആക്ച്വലി ഇത് നല്ല വൈറ്റ് കാസ്റ്റാണ്. ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഞാനിത് കുറേ കാലം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഒരുമാതിരി ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒക്കെ പരസ്യം പോലെ പുട്ടിയടിച്ച ഫീല് എല്ലാവർക്കും തോന്നും. അത്രയ്ക്ക് നല്ല വൈറ്റ് കാസ്റ്റാണ്. സോ ഞാനത് എല്ലായിടത്തും കണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിട്ടു. പിന്നെ എപ്പോഴേലൊക്കെ നമ്മൾ സെറ്റാക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലിടും, അത്ര തന്നെ. കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ ഞാനിതിട്ട് നല്ല ചുമയാണ് ഗേസ്, വയ്യ. പിന്നെ ലാക്മീൻ്റെ CC ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലാക്മീൻ്റെ CC ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഏകദേശം മേക്കപ്പിൻ്റെ പുട്ടി സെക്ഷൻസൊക്കെ കഴിയും. എങ്ങോട്ടേലും പോകുമ്പോൾ ഉള്ളൂ കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ നമ്മങ്ങനെ ചെയ്യില്ല. എങ്ങോട്ടേലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാനുള്ളൊരു പ്ലാൻ അങ്ങനെയുള്ള ഗെറ്റ് റെഡി അല്ലേ. അങ്ങനെ എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നെക്കിലും കയ്യിലും കഴുത്തിലും മുഖത്തും എല്ലായിടത്തും. അപ്പം നമ്മൾ എല്ലായിടത്തും സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഗൈസ് ഐസിലർ, കണ്ണിൻ്റെ താഴെ മുകളിൽ നമ്മൾ ഐസിലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും യൂസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എൻ്റെ കണ്ണിൻ്റെ താഴത്ത് ചെറുതായിട്ട് ഡാർക്ക്നെസ് ഉണ്ട്, ഉറക്കം കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പാരമ്പര്യമായിരിക്കും. അപ്പം ഞാൻ അത് കുറച്ച് കൂടുതലിടും. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. അപ്പം തന്നെ ഞാനൊരു ക്ലോത്ത് തടച്ച് കളഞ്ഞു. അധികം ഇലമൃതും വിഷമല്ലേ, എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് കളഞ്ഞു. ഇതിന് ശേഷം ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഒരു കോമ്പാക്റ്റ്, ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. നല്ല മുഖത്തൊക്കെ നല്ലൊരു ഒരു ബ്രൈറ്റ്നസ് കിട്ടും ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ കോമ്പാക്റ്റ് സെറ്റാക്കി കൊടുത്തു. ഇതിട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഒരു കോമ്പാക്റ്റ് ഇട്ടാൽ തന്നെ നമ്മുടെ ഫിനിഷിങ് ലുക്കായി സെറ്റാവും. നമ്മൾ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും ഒരേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ നമ്മളെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളത്. വയ്യ ഗൈസ്, ജലദോഷം തുമ്മലും ഒക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ലിപ് ബാം ഞാനെടുത്ത്. അത് ഏതിൻ്റെ വെച്ചാൽ ഹിമാലയയുടെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മോദിഗാൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യണത്. ലിപ്സ്റ്റിക്കറിനൊക്കെ മുന്നേ ഏതൊരു ലിപ് ബാം യൂസ് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നത്. പിന്നെ ഇത് ആക്ച്വലി കൺസീലറാണ്. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് പുരികം സെറ്റ് ചെയ്യാറുണ്ട്. ഐബ്രോൻ്റെ ഫിനിഷിങ്ങിന് എനിക്കത് നല്ല ബെറ്ററായി തോന്നും. അപ്പോൾ ഞാൻ ഐബ്രോ അത് വെച്ചിട്ടാണ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൺപീലി അതും സെറ്റ് ചെയ്യും. എനിക്ക് കൺപീലി കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് അത് കണ്ണെഴുതുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ചില നേരത്ത് കണ്ണിങ്ങനെ മേല് തട്ടുമ്പോൾ അപ്പോൾ പരക്കും. ബട്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ എല്ലായിടത്തും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ് ലൈൻ ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഈ ലിപ് ലൈൻ അത്ര പെർഫെക്റ്റ് അല്ല, എങ്കിലും താൽക്കാലിക യൂസിന് ഈ ലിപ് ലൈനൊക്കെ മതി. അപ്പോൾ ഇതൊരു റോസ് കളറാണ്. ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വിചാരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടത് ലൈറ്റ് കളർ ആയതുകൊണ്ട് അത്ര രസം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാണ്ട് സെറ്റാക്കാം. ഡാസ്ലാറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ പല ഷെയ്ഡുകളുണ്ട്, പക്ഷെ എനിക്കിഷ്ടം ഈ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി കുഴപ്പമില്ല. ഇങ്ങനെ അത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലായിടത്തേക്കും സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ നോക്കി, കുഴപ്പമില്ലല്ലോ ഗൈസ്. പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാലും കൈയ്യറ്റൊന്ന് ടച്ച് ചെയ്തില്ലെങ്കിൽ, ടച്ചപ്പ് വർക്ക് സെറ്റാക്കിയില്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവാണ്. ഇപ്പം ഏകദേശം സെറ്റായി. ഇനി ഞാൻ
ഞാൻ ഐഷാഡ് അങ്ങനെ യൂസ് ചെയ്യില്ല, പക്ഷേ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഐഷാഡ് ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേകതര കഴിവാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഐഷാഡും പിന്നെ അതേപോലെ ഞാൻ ബ്ലഷും ഞാൻ അങ്ങനെ ഇടാറ്. കണ്ണിന് താഴെ ഇടുന്ന കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാൻ എൻ്റെ കണ്ടവിടെ കുറച്ച് കറുപ്പുള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ബ്ലഷ് ഇട്ട് ആ ടൈമിൽ മൂക്കിലൊരു കളറ് കൺമഷി ആയി തോന്നണല്ലേ. സാരില്ല. അങ്ങനെ 2 ബ്ലഷ് ഇട്ടെടുത്ത് ആ കളർ തുടച്ച് കളഞ്ഞാളെ കളഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് ഐലൈനർ എഴുതുക. ഐലൈനർ കൂടി കഴിഞ്ഞാൽ കത്തിക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഐലൈനർ നമുക്ക് ഫോണിൽ നോക്കി എഴുതാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ കണ്ണാടി എടുത്ത് ഒരു ചെറിയ മിറർ എടുത്തിട്ട് ഞാൻ നോക്കിയിട്ടാണ് കണ്ണെഴുതുന്നത് ഗൈസ്. അത് എഴുതുമ്പോൾ നല്ല പെർഫെക്ഷൻ വേണം. പക്ഷെ എനിക്കെപ്പോഴും ഞാൻ എഴുതി കഴിഞ്ഞാലും അത്ര ഒരു സാറ്റിസ്ഫൈ ആവാറില്ല. എനിക്കെപ്പോഴും ഒരു ഇതാണ്, ഒന്ന് ചെറുതൊന്ന് വലുതാവും തോന്നും. അങ്ങനെ വളരെ നൈസായി എഴുതുന്ന സാധനം അവസാനം എത്തുമ്പോൾ രണ്ടിലും കട്ടിയായി വരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ കുഴപ്പമില്ല, ഉഷാറായുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ കണ്ട ഞാൻ ആ കൺപീൽ അവിടെ നിന്ന് കളയും, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ ബാക്കിലൊക്കെ ആവും. അതിനുശേഷം ഞാൻ ഒരു പൊട്ട് മലയാളി പെൺകുട്ടിയല്ല ഹിന്ദു കുട്ടികളുടെ, അങ്ങനെ വർഗീയവാദിയല്ല ഞാൻ, അതുകൊണ്ടല്ല, പൊട്ടിട്ടു. ഇതിൽ വീഴാത്ത ആൺകുട്ടികളില്ലെന്ന് പറഞ്ഞ പോലെ ഈ പൊട്ടിടാതെ എന്ത് കഥ. അങ്ങനെ ഞാനൊരു പൊട്ടിട്ട് കഴിഞ്ഞു ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മേക്കപ്പിൻ്റെ സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഞാൻ മുടി കെട്ടാൻ പോവാം. അപ്പോൾ ഞാൻ മുടി കെട്ടാൻ നിൽക്കുക. അയ്യോ അതലച്ചപ്പളാ ഇനിയും ഇല്ല പരിപാടി. നേരം വൈകിക്കുന്നു, ഇന്ന് ഉറങ്ങി നീക്കാൻ തന്നെ നല്ല നേരം വൈകിക്കുന്നു. മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലില്ല. ഇനി അപ്പോൾ നമുക്ക് മുടിയും ഏകദേശം ഉണങ്ങിക്കുന്നു. അപ്പം ഞാൻ ഒരു വാച്ച് ഇട്ടുണ്ട്. നമ്മൾ ഭയങ്കര സിമ്പിളാക്കിയിട്ടാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുങ്ങിയെടുക്കുന്നത്. ഒരുങ്ങല്ല, ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിന് നമുക്ക് പറ്റുന്ന രീതിയിലല്ല, നമ്മൾ കോസ്റ്റ്യൂമിനനുസരിച്ചല്ല നമ്മളതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു വാച്ചും പിന്നെ അതുപോലെ തന്നെ ഒരു റിങ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള റിങ്ങാണ്. അതെനിക്ക് ലൂസായതുകൊണ്ട് ഞാൻ എൻ്റെ നടുവിരലിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ചെയിന്, ഇതെനിക്ക് ഒരു ചേച്ചി സമ്മാനിച്ചതാണ്. ചേച്ചി എനിക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ചെയിന്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ക്ലിയർ ആയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി കെട്ടുന്ന പരിപാടിക്ക് പോകാം. അപ്പോൾ ഹെയർ സ്റ്റൈൽ നോക്കുമ്പോൾ ഇന്ന ഹെയർ സ്റ്റൈലൊന്നുമില്ല. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ആകെ ഒരേ ഒരു മോഡൽ ഹെയർ സ്റ്റൈൽ എപ്പോഴും യൂസ് ചെയ്യാറ്. അതെന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ അത് ചെയ്യുന്നത് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും ഒരു മോഡൽ തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ. അമ്പലത്തിൽ പോകണം എന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈലേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ കെട്ടുമ്പോൾ എനിക്കൊരു പെർഫെക്ഷൻ. പിന്നെ ഒന്നാമത് മുടി ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ജഗാന്ന് വെച്ച് കെട്ടല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ കെട്ടാനേ കുറച്ചും കൂടി നന്നാവും. പിന്നെ ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ, അത് ജസ്റ്റ് എടുക്കുക, 2 ടിൻറ്റ് കുത്തുക. ആ മുടി വലിയ ചേട്ടയും കാര്യങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല. കുളിച്ച് കഴിഞ്ഞ് വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. നേരം വിളിക്കുന്ന കേസ് ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഞാൻ കമ്മലിടാൻ മറന്നല്ലേ. ഒരു സ്റ്റോണിൻ്റെ ഒരു സിമ്പിൾ കമ്മലാണ് ഞാൻ ഇട്ടുള്ളത്. അപ്പം കമ്മലിടലും കഴിഞ്ഞ്. ആക്ച്വലി വലിയ കമ്മലുകൾ ഇടും, പക്ഷേ ഇന്ന് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറിയ കമ്മലിട്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതും കിട്ടി കഴിഞ്ഞു. ഞാനങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിരിക്കുന്നുണ്ട്. ആ പിരിച്ച് കിട്ടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഒതുങ്ങി കെട്ടിക്കും. അങ്ങനെ ചീകി സെറ്റാക്കി ഞാനത് 2 ഭാഗത്തുനിന്ന് കൊണ്ട് എടുത്ത് പിരിച്ച് ഉണ്ട് മെട്ടയും. എന്നിട്ട് ഞാനൊരു ക്രാബ് ഇടും. ആദ്യമൊക്കെ ഇതിൻ്റെ മാം എനിക്ക് കെട്ടി തന്നിരുന്നത് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലായിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പണ്ട് മുതൽ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഒരു കെട്ടുന്ന സ്റ്റൈലാണ്. ഇപ്പം നമ്മൾ തന്നെ കെട്ടണം. അങ്ങനെ ഒരു ക്രാബ് കൊടുത്ത് കുത്തിക്കൊടുത്ത് അപ്പം ഏകദേശം സെറ്റായിരിക്കുന്നു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് എടുത്ത് ചീക്കി വൃത്തിയാക്കി
ഫ്രണ്ടിലെ തൂവാലകൾ മുടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർസൊക്കെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് ഭയങ്കര രസമല്ല, ഫ്രണ്ടിലേക്ക് തന്നെ കിട്ടുമ്പോൾ കുറച്ച് രസമല്ല കാണാം. അപ്പോൾ ഏകദേശം സെറ്റായിരിക്കുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. ഇനി ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. എന്താ വെച്ചാൽ ഒന്നാമത് ഒരു രസം പാലത്തിൽ കൂടെ നടന്നു പോകാൻ. നമ്മൾ വണ്ടി പോകുമ്പോൾ പാലം കയറാൻ പറ്റില്ലല്ലോ. സോ ഇന്ന് പാലത്തിൽ കൂടെ ഒക്കെ കയറാമെന്നുള്ളൊരു വൈബിലായിരിക്കണത്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാനുള്ള പ്ലാനിട്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു സ്ഥലം. നല്ല മഴക്കാറുള്ളതുകൊണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പാലം കയറി പോവുകയാണ് ഗൈസ്. ഈ പാലത്തിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കൊന്നും നടന്നു പോകാൻ പറ്റില്ല, കാരണം നല്ല ഡാമേജ് ആയിക്കണം. പണ്ടൊക്കെ നല്ല ധൈര്യത്തിൽ പോകണമെങ്കിലും ഇപ്പം അത്ര ധൈര്യമൊന്നുമില്ല. കണ്ട എന്താ മഴക്കാറ്, ഇപ്പം മഴ പെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കണ്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് പോവാണ് ഗൈസ്. അങ്ങനെ ഈ കണ്ട കണ്ടോക്ക് പാലത്തിൻ്റെ ഒക്കെ അവസ്ഥ. ഇതിങ്ങനെ ഒരു കുത്തനുള്ള ഭാഗം. അങ്ങനെ ഞങ്ങളൊരു പാടം വഴിയാണ് പോണത്. മഴക്കാറ് നല്ല കൂടുണ്ട്. അങ്ങനെ ഞങ്ങളത് പോകണം. അയ്യോ എന്താണിപ്പോൾ ഇത് ഗൈസ്, ഞങ്ങൾ പോകണെടുത്തതാ വെള്ളമാണ്, ഫുള്ള് വെള്ളം. ഏതായാലും വെള്ളം പോയതല്ലേ, അമ്പലത്തിലിറങ്ങി നന്നായിട്ടൊന്ന് കാലൊക്കെ കഴുകി വൃത്തിയായി കയറാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് താഴ്ത്തിറങ്ങാം. ഇങ്ങോട്ട് അങ്ങനെ പെർമിഷനൊന്നുമില്ല, കാരണം മഴക്കാലമായതുകൊണ്ട് നല്ല വഴുക്കലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ശ്രദ്ധിച്ചിറങ്ങിക്കൊന്നു. അത് കാരണം ചേച്ചി ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാല് കഴുകിയിട്ട് ഞങ്ങൾ കയറി. നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, നല്ല തണുത്ത വെള്ളം. അങ്ങനെയാണ് അമ്പലത്തിലെത്തി ഗൈസ്. അങ്ങനെ ഇതാണ് ഞങ്ങൾ തോട്ടുമുഖം ഭഗവതി ക്ഷേത്രം. ഞങ്ങൾ 2 പിക്കുകളൊക്കെ എടുത്ത് അവിടുന്ന്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആൾക്കാരെണ്ണം കൂടുതലായതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ ഭാഗത്തും തൊഴുത് എടുക്കുകയാണ്. ഈ അമ്പലത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ നടന്ന് വരാണെങ്കിൽ. ഞങ്ങൾ വണ്ടി വരാണെങ്കിൽ കുറച്ചും കൂടി ദൂരം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ, ഇതൊക്കെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊരു വലിയ അമ്പലം, ആദ്യം ഒരു ചെറുതെന്ന്, ഇപ്പം നല്ല വലിയ അമ്പലം. നല്ല തിരക്കാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പുട്ടും കടലക്കറിയായിരുന്നു, കടലക്കറിയും പിന്നെ ചായയും. അപ്പോൾ അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത് സൺഡേ, ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ ഫുഡൊക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തരെ വകയൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ടാവുക. അതപ്പോൾ അവരുടെ പേരിലൊക്കെ കൊടുക്കൊരു പൂജ പോലെ നമുക്ക് കൊടുക്കില്ലേ, അങ്ങനെ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണ 2 സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് പോവുകയാണ് ഗൈസ്. മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മഴ ഞങ്ങളെ ചതിച്ചു. മഴ പെയ്തില്ല. എങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് ഗൈസ്. കുറേ കഴിഞ്ഞപ്പോൾ അതിന് കാലൊക്കെ കടയാൻ തുടങ്ങി. വേഗം വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്